നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറിയൊരു ചമ്മലല്ല ഇൻട്രോ പറയാൻ. നമ്മൾ ഇന്ന് പോകുന്നത് അധിക ദൂരമല്ല, അടുത്ത് തന്നെ ബുർജിമാൻ മാളിലോട്ടാണ്. ബുർജിമാൻ മാളില് അവിടെ ആളിരിക്കണം, അതാണ് ഞാൻ അകത്തോട്ട് കയറിയത്. എല്ലാവരും നമ്മളെ നോക്കും. നമ്മള് അത്രേ ഉള്ളൂ. അവിടെ ഒന്നുമില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് പോവും. നൈറ്റ് നമ്മൾ എവിടെയൊക്കെ പോകുന്നു. ഈ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തല്ലേ, ഇന്ന് ഫ്രൈഡേ വൈകിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ വീക്കെൻഡാണ്. അപ്പോൾ നൈറ്റ് നമ്മൾ ചുമ്മാ ചില്ലടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെ പോകുന്നത്. അപ്പം മാളും പരിസരമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെറിയ ഊട് വഴികളിലൂടെയാണ് പോണത് അല്ലേ, അതുകൊണ്ടാണ് വെട്ടമില്ലാത്തത്. ഷോർട്ട് കട്ട്. വീട്ടിൽ നിന്ന് എത്ര മലയാളിയുടെ വീട്ടിൽ നിന്ന് എത്ര നേരം ഉണ്ട്? 10 മിനിറ്റിനുള്ളിലാണ് നടക്കാൻ. നമ്മൾ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ എന്നും പോകുന്ന മാളാണ് ബുർജിമാൻ മാൾ. അവിടെയാണ് നമ്മൾ ഇന്നും പോകുന്നത് കേട്ടോ. ചാടാ നിങ്ങളെ ഞാൻ വിചാരിച്ചു ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം, കുറച്ചുകൂടി വെട്ടത്തോട്ട് പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ നടന്ന് വെട്ടമുള്ള സ്ഥലത്തെത്തി ഗൈസ്. ഇത് പാർക്കിംഗ് ആണ് കേട്ടോ, ഇവിടുത്തെ പാർക്കിംഗ് ആണ്. നമുക്കിനി എന്തോ വീക്കെൻഡ് ആയതിൻ്റെ ട്രാഫിക്കാണ് നിങ്ങൾ അവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ താമസിക്കുന്നത് കരാമ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. വേറെടുക്കും ദുബായ് കരാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ്. ഷാർജയിൽ നിന്നും അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരും കേട്ടോ. കാരണം ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. തലശ്ശേരി റെസ്റ്റോറൻറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ജസ്റ്റ് അങ്ങോട്ട് തിരിച്ചാൽ കാണാൻ തലശ്ശേരി ഡെക്കൻ ബിരിയാണി. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിഞ്ഞോട്ടെ, കാണിച്ചു തരാം. തലശ്ശേരി ഡെക്കൻ ബിരിയാണി. ഇതേപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അത് മലയാളികളുടെ അല്ലല്ലോ. ആണ്ട ഇതാണ് കേട്ടോ ബ്ലോക്കിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറിയിട്ട് ഒഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഇതാ തിരക്ക് കിടക്കുന്നുണ്ടോ വണ്ടികൾ നിരയായിട്ട്. നമുക്ക് ക്രോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. വണ്ടി ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വേപ്പുകളുണ്ടല്ലേ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വേപ്പുകളുണ്ട്. വേപ്പുകളാണ്. നമ്മുടെ നാട്ടിലെ വേപ്പ് മരമാണ് ഇത് അല്ലേ. നിങ്ങളുടെ സ്കൂളുകളിലും ഒക്കെ ഫുൾ വേപ്പ് മരമല്ലേ നടുന്നത് അല്ലേ? വേപ്പ് മരമാണ് നടുന്നത്. അത്യാവശ്യം എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരി, ഇവിടെ മറിഞ്ഞ് വീഴാൻ ചാൻസസ് ഉണ്ട്. മറിഞ്ഞ് വീഴുവാണെങ്കിൽ നേരെ വണ്ടിയിലോട്ടായിരിക്കും വീഴുന്നത്. നമുക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് എത്രത്തോളം വോയിസ് ക്ലിയർ ആവുമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഉടനെ ഒരു മൈക്ക് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. അപ്പം മലയാളികളാണ് അടുത്തൂടെ പോകണമെങ്കിൽ അവർ വല്ലാതെ നോക്കുന്നുണ്ട്. ഒക്കെ നമ്മളെ നാട്ടിലെ പോലെ ചാടാൻ പറ്റൂല. സീബ്ര ക്രോസിങ്ങിലൂടെ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ ചാടുന്നത് അഥവാ പോലീസ് കാണുവാണെങ്കിൽ അവർ നമുക്ക് ഫൈൻ അടിച്ചു തരും കേട്ടോ. പക്ഷേ നമ്മളിടയ്ക്കിടയ്ക്ക് ചാടാറുണ്ട്. നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കുറച്ച് പാകിസ്ഥാനികളല്ലേ അഭിച്ചേട്ടാ. ഒരു ഇപ്പൊ ചൂടാണല്ലോ ഇവിടെ. അപ്പൊ ഇവിടെ ഒരു പാകിസ്ഥാനികള്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ ഒരു സോഡ ലൈം. അത് പോയോ? അത് തീർന്നു. അത് അല്ല, അത് നിർത്തി കേട്ടോ. അത് ഓക്കെ. അവർ മറ്റേ ഇതിൽ സോഡ ലൈം പോലത്തെ സംഭവം വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഒരു ദിവസം വാങ്ങിച്ചു കുടിച്ചു നോക്കി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ വാങ്ങിച്ചു കുടിച്ചു നോക്കിയത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെന്താണെന്നറിയോ, ഒരു ഉപ്പും നാരങ്ങ നീരും പഞ്ചസാരയും സോഡയും ഒഴിച്ച് കലക്കിയ ഒരു സംഭവം അല്ലേ. അപ്പോൾ കുടിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇല്ല കേട്ടോ. ആ സംഭവം പോയി ഇവിടെ നിന്ന്.
അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു കേട്ടോ മാള്. ചൂടെടുക്കുന്നു ചേട്ടാ. ഇതിന്റെ മുകൾ ഭാഗത്തോട്ട് അടിപൊളിയാണല്ലേ അല്ലേ? ഹൈലൈറ്റ് അല്ലേ? നല്ല രസമല്ലേ കാണാൻ വേണ്ടിട്ട്. നേരിട്ടാണ് കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. സൂര്യപ്രകാശം ആ രാവിലെ ആകുമ്പോ ലൈറ്റ് വേണ്ട ഇവിടെയൊന്നും. സൂര്യപ്രകാശം ഇതിലൂടെ കയറി വരും. ഫുൾ ഗ്ലാസ് അല്ലേ? നല്ല പഴക്കമുണ്ട് കേട്ടോ ഈ മോളിന്. നല്ല പഴക്കമുള്ള മോളാ. 1980s മുതലുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ മറ്റേ ഫിലിപ്പീനുകളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. നമ്മൾ ഷോർട്സ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. അതൊക്കെ ഇപ്പോൾ തീർന്നല്ലോ. കലാസ് എല്ലാം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ഒരു ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ പോകുന്ന ഫുഡ് കോർട്ടിലാണ്. ഇവിടെ ഫില്ലിയുടെ ഒരു ചായക്കട. ഇത് ചായക്കടയാണ് ശരിക്കും പറഞ്ഞത്. ഫില്ലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ചായക്കടയാണ് കേട്ടോ. ഫില്ലി. പക്ഷെ ഇതൊരു ചായക്കടയാണെന്ന് പറയുമോ? ഇല്ലല്ലോ, ഹൈടെക് ചായക്കടയാണ്. ഒരു കഫേ പോലത്തെ ഫീലാണ്. ഇവിടെ ഒരുപാട് പേര് ചില്ലൊക്കെ ആയിരിക്കും ഇവിടെ ഇരുന്നിട്ട്. പക്ഷെ വീക്കെൻഡ് ആയിട്ട് ആള് കുറവല്ലേ ഇവിടെ? അങ്ങോട്ട് പോകുമ്പോൾ ഫുഡ് കോർട്ടിലാണ് ഇവിടെ ശരിക്കും ആളുള്ളതല്ലേ? എല്ലാവരും ഫുഡ് അടിക്കാൻ വന്നിട്ട് ഒരു മണിക്കൂറൊക്കെ അവിടെ അങ്ങ് ഇരിക്കും. ആരും പോകത്തില്ല. നാളെ തിരക്കായിരിക്കും കേട്ടോ. നാളെ നല്ല തിരക്കായിരിക്കും. അപ്പൊ ഞങ്ങൾ ജിമ്മുണ്ട്. അപ്പം ജിമ്മിൽ പോകാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതിന്റെ മുകളില് ജിമ്മ, ഫ്ലാറ്റ് അത് ഹോട്ടല്. ഹോട്ടൽ ഇവിടെ അല്ലേ? ഫോർ സീസൺസ് ഹോട്ടൽ. ഇവിടെ ഹോട്ടലുണ്ട്. അപ്പൊ അവരുടെ തന്നെ അവർക്ക് ജിമ്മ് കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്താണല്ലേ? അത് ഇതിന്റെ അകത്തുള്ള സെപ്പറേറ്റ് ജിമ്മ. ഫോർ സീസൺ ഹോട്ടൽ. ഓ, ഇതിന്റെ അകത്ത് സെപ്പറേറ്റ് ജിം ഉണ്ടല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്ന് പോട്ടെ. ഇവിടെ ഈ പിള്ളേരൊക്കെ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം. ഒരുപാട് പിള്ളേരെ കളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വോയിസ് കേൾക്കുമെന്ന് അറിഞ്ഞൂടെ. ഭയങ്കര ഒച്ചയല്ലേ? ഇത് മറ്റേ ബുർജ്മാൻ്റെ ഒരു ഇതാണ്. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പച്ചൻ്റെ ഫോട്ടോ വേണമെങ്കിൽ വേണോന്ന് പറയേ. തൽക്കാലം എനിക്ക് വിശക്കുന്നവാ, കഴിച്ചിട്ട് വരാം. ഇവിടെ മറ്റേ പ്ലേ ഏരിയ ആണ് കേട്ടോ. വിർച്വൽ റിയാലിറ്റി, മോർ ദാൻ വിർച്വൽ റിയാലിറ്റി. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കളിക്കാം. നല്ല പൈസയാന്ന് തോന്നണല്ലേ? 70 ദിർഹംസ. വോക്ക് സിനിമാസ്. നമ്മളിവിടെ സിനിമ കാണാൻ വരുന്നത് കേട്ടോ. സിനിമ ആണ് ഇവിടെ വരുന്നത്. സ്ഥിരം സിനിമ കാണാൻ വരുന്ന സ്ഥലം ഇതാണ്. നമുക്കിനി ARM കാണാനുണ്ട്. ARMന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ARM വോക്സിലാണ് നമ്മൾ വരുന്നത്. ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമർ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ARM ആ താല്പര്യം. പിന്നെ ഇത് പൊട്ടുമായിരിക്കും അല്ലേ? തിരക്കൊന്നും നിങ്ങൾ ഇത്രയും നേരം തിരക്കൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇപ്പൊ നല്ല തിരക്കുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കാനായിട്ട് ആൾക്കാർക്ക് തിരക്ക്. ഞങ്ങൾ പോയി എന്തായാലും ഓർഡർ ആക്കട്ടെ. വാങ്ങിക്കാം. കൊച്ചിമാരൊക്കെ കലിപ്പാണ്. ടെക്സസ് വാങ്ങിക്കാം. എനിക്ക് പിസ്സ താല്പര്യമില്ല. കൂപ്പൺ എടുത്തോ? സ്ഥിരം സ്പോട്ടല്ലേ? ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഞങ്ങൾക്ക് നല്ല വിശപ്പ്. ഞങ്ങൾക്കല്ല, എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇവിടെ ഭയങ്കര ബഹളമാണ്. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്, പറഞ്ഞോളൂ ഗായ്സ്. ജ്യൂസ് വലിച്ചു കുടിക്കുന്ന ചിന്തുവിനെ നമ്മൾ പോകുന്നത് കാർഫോറിലാണ്. നമുക്ക് വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ കാർഫോറിലാണ് പോകുന്നത്. ഇവിടെ കാർഫോർ ഉണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ഇവിടെ നല്ല നല്ല ബ്രാൻഡുകളുണ്ട് കേട്ടോ. Forever 21 ഉണ്ട്. വേറെ 64 സ്ക്വയർ ഒക്കെ ഉണ്ട്.
ഷൂസിൻ്റെ ആണ് കേട്ടോ. ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങൾ ഫോറെവർ 21 കയറിയിട്ടുണ്ട്. സെൻറ്റർ പോയിന്റ് കയറിയിട്ടുണ്ടല്ലോ. സെൻറ്റർ പോയിന്റിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഗേൾസിന്. വേണമെങ്കിൽ ഒന്ന് കയറി കാണിച്ചു കൊടുക്കാം അല്ലേ അവർക്ക്. സെൻറ്റർ പോയിന്റ് നമ്മൾ കയറി കാണിച്ചു തരാം കേട്ടോ. ഗേൾസിൻ്റെ സെക്ഷൻസിൽ അങ്ങ് പോവാം. ഈ വീഡിയോ പെട്ടെന്ന് കണ്ട നാളെ വരുമ്പോൾ അതിലേക്ക് കയറി അവിടെ വീഡിയോ എല്ലാം മർജി കിട്ടും. നമ്മളിപ്പോൾ വേറെ സെക്ഷനിലോട്ട് വന്നു. ഇനി നോക്കട്ടെ, സെൻറ്റർ പോയിന്റ് പറ്റുമെങ്കിൽ നമുക്ക് കയറി അവിടുത്തെ കളക്ഷൻസ് കാണിച്ചു തരാം നിങ്ങൾക്ക് പറ്റും. ഇത് ഫോറെവർ 21 ആണ്. ഇവിടെ എനിക്ക് കയറിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടോ എന്ന് ഞാൻ കയറിയ ടൈമിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇന്നലെ വെറുതെ കയറി വെക്കാം അല്ലേ, കയറി വെക്കാം. നല്ല ജിഞ്ചിനാക്കൽ ഡ്രസ്സുകളൊക്കെ കാണും ഇവിടെ അല്ലേ. പക്ഷെ ഇവിടെയൊക്കെ ക്രോപ്പ് ടോപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ക്രോപ്പ് ടോപ്സുകൾ. സുഖമില്ലല്ലേ, നൈസ് കിടക്കണം. ഇവിടെ ചൂടല്ലേ ദുബായ്. ചൂട്. അങ്ങോട്ട് പോ, അവിടെ കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പോയോന്ന് അറിയില്ല. ജീൻസിന്റെ സെക്ഷൻ ആക്കിയല്ലേ. അവള് ഭയങ്കര ഓട്ടോ ഓടി കൂടെ ഓടിയിട്ട് എത്തണില്ല. ഈ ചേച്ചി കൊള്ളാല്ല. അയ്യോ, കോപ്പിറൈറ്റ് വരും. എന്തോട് പാട്ടുണ്ട്. അപ്പൊ അങ്ങനെ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് കുറവാണ്. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോവാ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ. ചിലപ്പോ ഞാൻ ഇടാത്തോണ്ടായിരിക്കും എനിക്ക് എന്തോ പോലെ തോന്നുന്നത്. ഞാൻ എവിടെ എത്തി? എൻ്റെ ഇഷ്ടപ്പെട്ട സെക്ഷൻ ചോക്ലേറ്റ്. നമ്മൾ പച്ചക്കറി സെക്ഷനിലെത്തി. ഇതാണ് ഇവിടുത്തെ പച്ചക്കറി, ഫ്രൂട്ട്സ്. ഞങ്ങളിപ്പോൾ ഡെയിലി കുറച്ച് നാളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് കോൺ അല്ലേ. നല്ല നോക്കിയിടാം. അപ്പോൾ ചിലപ്പോൾ അഴുക്കായിരിക്കും. അത് കൊള്ളത്തില്ല. കൊള്ളാമോ? വലുതാണോ? ആ, ഓക്കെ. ഞങ്ങളിതിപ്പോൾ പുഴുങ്ങി കഴിക്കാറുണ്ട് കുറച്ച് നാളായിട്ടല്ലേ. പക്ഷെ ഇത് നോക്കിയേ, ഇത് ഇവിടുത്തെ ചീസുകളാണ് കേട്ടോ. പക്ഷെ നല്ല ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ചീസാണ്, ചീസ്. ഇത് ഫുൾ ചീസാണ്. ഇത് ഫുൾ ചീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. പല വെറൈറ്റീസ് ഓഫ് ചീസസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ വാങ്ങിക്കാറില്ല, വാങ്ങിച്ചിട്ടില്ലല്ലോ ഇതുവരെ. അബുൽച്ചേട്ടൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. അതെ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കാണാനായിട്ട്. ഇത് വാങ്ങിച്ച ഉപയോഗിക്കുമെന്ന് അറിഞ്ഞൂടാ. സോൾട്ടാണോ, സോൾട്ടി ആണോ? ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ടേസ്റ്റ്. ഹണി വേണ്ട. ഞാൻ ഉണ്ടല്ലോ അല്ല ഹണി ആയിട്ട്. ഇവിടെ ഇഷ്ടംപോലെ ഹണി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോവാം. വേറെ എന്താ ഇനി എന്താ? പാലും കൂടെ വാങ്ങിച്ചു. പാലിന്ന് വാങ്ങിക്കണോ? വാങ്ങിക്കാം. ഇവിടെ ഒരുപാട് നട്ട്സുകളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ലല്ലേ. എൻ്റെ സെക്ഷൻ എത്തി, കേക്കിൻ്റെ സെക്ഷൻ. അതുകൊണ്ട് അബുൽച്ചേട്ടൻ തിരിച്ചു പോവുക. ഇത് അബുൽച്ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട സാധനം എന്താണ്? കൊറിയോ സെറ്റ്. പുള്ളിക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നായി. അബുൽച്ചേട്ടൻ ചീസ് കേക്ക് വെറുതെ നോക്കാം. കേക്ക് നോക്കാം, വെറുതെ നോക്കിയിട്ട് പോവാം. പേടിക്കത്തില്ല, വാ. വെറൈറ്റി കേക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അബുൽച്ചേട്ടൻ അവിടെ മാറി നിൽക്കുന്നു. ഹേ മാൻ. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും കാർഫോറിലെ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു,
ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. വെറുതെ ഇല്ല അവന്മാര് വെറുതെ ഇല്ല. കണ്ണടിച്ചു നോക്ക് കാലിഫോർണിയ ഇനി നമ്മളിവിടെ കയറുന്നതല്ല, വേണ്ട. അവരൊക്കെ അവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ല, നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ വീഡിയോ കട്ട് ചെയ്തു കേട്ടോ. അപ്പം നമ്മളിനി നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി? കിടന്ന് ഉറങ്ങും. ഇതണ്ട അവന്മാരെ രണ്ട് കാർ കാണുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ആക്കുവാണ്. നെക്സ്റ്റ് ഡേ അവന്മാരെ കണ്ണുപോയി അങ്ങനെ. അതാ കാർഫോർ ഫുള്ള് ലൈറ്റ് കത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. ബൈ 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 ബൈ.